കറണ്ട് ബില്ല് അടച്ചോടാ. അയ്യോ, ഞാനത് മറന്നു ചേച്ചിയെ. ഇന്ന് ഉറപ്പായിട്ടും അടയ്ക്കും. ഇന്നും കൂടി അടച്ചില്ലെങ്കിൽ അവര് പീസ് ഊരി കൊണ്ടുപോകും. അതന്നെ. വീടാണെങ്കിൽ പൊളിഞ്ഞ് വീഴാറായിട്ടാ കിടക്കണത്. ഇതൊന്ന് റിപ്പയർ ചെയ്തിട്ട് നല്ലതുപോലെ ഒരു ദിവസം ജീവിച്ചിട്ട് ചത്താ മതി എനിക്ക്. എന്റെ ചേച്ചിയെ, നമ്മുടെ വീട് പണിയൊക്കെ റിപ്പയറിംഗ് ഒന്നും ഇപ്പൊ തീരാൻ പോണില്ല. അതുകൊണ്ട് തന്നെ എന്റെ ചേച്ചി ഇപ്പൊ ചാവാനും പോണില്ല. എന്താ പോരെ? ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാതെ നിനക്കൊന്നാ പഞ്ചായത്ത് പോയി ചോദിച്ചൂടാ. ഓ, ഞാൻ ചോദിക്കാത്ത എന്റെ ചേച്ചി, നമ്മളെയൊക്കെ മോശം വീടുകളുള്ളവരുണ്ട് ഇവിടെ. അപ്പൊ അവർക്ക് കൊടുത്തിട്ടല്ലേ നമുക്ക് തരുള്ളോ. അത് മനസ്സിലാക്ക്. നീ അതും പറഞ്ഞിവിടെ ഇരുന്നോ? നമ്മുടെ വീട് വീഴുന്നത് വരെ ഉണ്ടാകും. എല്ലാത്തിനും ഞാൻ തന്നെ നടക്കണം. എന്താ ചെയ്യാ, എൻ്റെ വിധി. ഇവനെ പഞ്ചായത്തുകാരുടെയും നാട്ടുകാരുടെയും കാര്യം നോക്കാനേ നേരമുള്ളൂ. എല്ലാം എൻ്റെ തലവിധി. അത്ര പറഞ്ഞാ പോരെ. ചേച്ചി എന്തിനാ പേടിക്കണേ? നമ്മുടെ പഞ്ചായത്തുകാരല്ലേ. ഞാൻ എത്ര വർഷം ഈ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണേ. ഒന്നുകൊണ്ട് പേടിക്കണ്ട. അവരെല്ലാം വിശ്വാസം. അവിടെ പോയപ്പോഴേ, ഞാൻ ഓരോ റിപ്പയറിന് അപേക്ഷിക്കാൻ പോയപ്പോഴേ കുട്ടപ്പന്റെ ചേച്ചിയാണോന്ന് ഒരാള് പോലും ചോദിച്ചില്ല. ചേച്ചിയെ, കുട്ടപ്പന്റെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് ഇരിക്കാൻ കസേര വരെ ഇട്ട് കൊടുക്കുന്ന കാലം ഇപ്പൊ വരും. നോക്കിക്കോ. അത് എപ്പോഴാ ഉണ്ടാവുക? അതിപ്പോ ഉണ്ടാവും. അപ്പൊ ചേച്ചിന്റെ വില മനസ്സിലാക്കും. എനിക്ക് വിശന്നിട്ട് വയ്യ. കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് എടുക്ക്. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ചേച്ചി മീൻകറി ഉണ്ടാക്കിണ്ടാ? മീൻകറിയോ? ചേച്ചി ഇപ്പൊ കൊണ്ടുവരാണ് മീൻകറി. ഒന്നൊരു പിടി പിടിക്കണം. ചേച്ചിയാണെങ്കിൽ ആകെ കലിപ്പില. അല്ല, ചേച്ചീനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ചേച്ചി പറയണതൊക്കെ ഞാൻ മറക്കും. പച്ചക്കറി മേടിക്കാൻ പറയും, ഞാൻ മറക്കും. കറണ്ട് ബില്ല് അടയ്ക്കാൻ പറയും, ഞാൻ മറക്കും. ഈ നശിച്ച കൂട്ടി അതിനെല്ലാത്തിനും കാരണം എനിക്ക് ഈ കൂട്ടിയൊക്കെ ഒന്ന് നിർത്തണം. എന്നിട്ട് വീട്ടുകാരികളൊക്കെ നോക്കി നന്നാവണം. അതിനെങ്ങനെയാ? ഈ കൂട്ടുകാരനെ അങ്ങോട്ട് കണ്ട ഞാനതെല്ലാം മറക്കും. ഇനി എന്തായാലും കൂട്ടിയൊക്കെ നിർത്താൻ തന്നെ. ഇന്ന് മീൻകറിയൊക്കെ ഉള്ള ദിവസം ഒരു പിടി പിടിക്കണം. ചേച്ചിയെ, ഓ ഇത് കാണണ്ട. ചേച്ചിയെ, എവിടെ? അപ്പൊ കറിയൊന്നും ഇല്ലേ ചേച്ചിയെ? മീൻകറി പച്ചമുളകോ? അല്ലടാ, മീൻകറി എവിടെ? നീയേ 10 വരെ കറിയൊക്കെയുള്ള സാധനങ്ങളല്ലേ ഉള്ളിൽ കൊണ്ട് വെച്ചിരിക്കണത്. ഇത് കൂട്ടി വേണമെങ്കിൽ കഴിച്ചോ, അല്ലെങ്കിൽ അടിച്ചു പൊക്കോ. ഓ, പ്രശ്നത്തിലൊന്നില്ലേ? നമ്മള് പറഞ്ഞിട്ടല്ലേ ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല. അതല്ലേ ഇപ്പൊ ഇവരൊക്കെ വിശക്കണേ. മീൻകറി ഓർമ്മയിൽ അങ്ങോട്ട് കഴിക്കല്ലേ. കുട്ടപ്പ, ആ എടാ സുഖോ ഇരിക്കണ. എന്താടാ? ഞാൻ ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ലടാ. ഇന്നലെ നമ്മൾ എപ്പോഴാ വന്നേ? ഒന്ന് കടന്നതും കൂടി എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ പിന്നെ ഇതിവിടെ വെച്ചേ. എനിക്ക് ഭയങ്കര ക്ഷീണം. അതൊന്നും കഴിക്കട്ടെ. അതൊന്നും പറ്റില്ല, നമുക്ക് പുറത്തൊന്നും കഴിക്കാം. നീ എനിക്ക് നമുക്ക് ആ വർക്ക് കൂടെ തീർത്ത് കൊടുക്കണമെന്ന്. ഇത് കഴിച്ചിട്ട് പറ്റില്ലേ? ആ വർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിണ്ടല്ലോ ആ മെമ്പറുടെ വായിലിരിക്കണ കേൾക്കേണ്ടി വരും. എനിക്ക് ഫോണില്ല എന്നുള്ളൊരു അഹങ്കാരം അവന്. നടക്ക് ഫോണില്ല, പക്ഷെ ഫോണ് മുഴുവൻ എന്നെയാ വിളിക്കണം, എന്നെയാ ചീത്ത പറയണം. നടക്ക് ഇവിടെ ഫോണില്ല എന്ന് പറഞ്ഞ് ഇരുന്നാ മതി. ഞാൻ കഴിക്കാൻ നിക്കണില്ല. പോരെ? ആ, എന്നാ നമുക്ക് പോവാം. ചേച്ചിയെ, ചേച്ചിയെ. ഓ, എന്താടാ ഊണ് കഴിഞ്ഞോ? ഊണ് കഴിക്കാനൊന്നും നേരമില്ല. ആ വർക്ക് ഇപ്പൊ തന്നെ ചെയ്യണമെന്ന്. അയ്യോ, പിന്നെ എന്തിനാടാ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഓ, കൊറേ തരല്ലേ ഉണ്ടാക്കിക്കണേ. ഒരു പച്ചമുളക് തന്നെ അല്ലേ. ഞാൻ രാത്രി വന്നിട്ട് കഴിച്ചോളാന്ന്. നീ രാത്രി ഇവിടുന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ ഉറപ്പായിട്ടും ഭക്ഷണം അവിടെ തന്നെ കഴിക്കും. എന്റെ ചേച്ചി എന്നെ സത്യം. പോരെ? എന്താ ചെയ്യാ? നമ്മുടെ പെയിന്റ് സാധനങ്ങളൊക്കെ എടുക്കടാ. രണ്ടാം കൂടി കളിക്കാനുണ്ട്. പോയ പോലെ തിരിച്ചു വരണം. ഇപ്പൊ പോണ പോലെ. മനസ്സിലായോ? ആ, മനസ്സിലായി. രണ്ടാളും കൂടി കളിക്കാനാ പറയണത്. ഓ ശരി. എങ്ങനെടാ ഇത് സഹിക്കണം നിന്റെ ചേച്ചി? എന്റെ ചേച്ചി ഒരു പാവ
വിചാരിക്കണ പോലെ ഒന്നും എല്ലാ കാര്യങ്ങള് ആ കാട്ടിക്കൂട്ടുന്ന ദേഷ്യമൊക്കെ എന്നോടുള്ള ഇഷ്ടാ. നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. നീ നടക്ക്, ബസ് വരാറേ. എന്റെ പ്രശ്ന സാധനങ്ങളൊക്കെ എടുത്തോ? എല്ലാം എടുത്തു. ആ പോവാ. പോവാ. ഡ്രസ് കൂടി മാറാൻ പറ്റി. അതൊക്കെ പിന്നെ മാറാം. പഞ്ചായത്തിന്റെ വർക്ക് ചെയ്തതിൽ കുറച്ച് പൈസ കിട്ടാണ്ടല്ലോ. അതിന്റെ ബാലൻസ് ഈ ഇതിന്റെ കൂടെ ഒരുമിച്ച് കിട്ടിയ നന്നായിരുന്നു. കുട്ടപ്പനോട് പറയാനും അതിനെന്താ കുട്ടപ്പൻ വിഷമിക്കണ്ട. കൂലി എത്രയാന്ന് വെച്ചാ പറഞ്ഞോളൂ, ഞാനത് തീർത്ത് തരാലോ. എന്റെ മെമ്പറോട് ഞാൻ കൂലിയൊക്കെ കണക്ക് പറയോ? ഉള്ളത് എന്താ അച്ഛൻ തന്നാ മതി. എന്താണ് വിളിക്കണേ?
ഇവിടെ വന്നേ. എന്താ നിനക്കിപ്പോ മെമ്പറെ കണ്ടപ്പോ എല്ലാം മറന്നു. ഇപ്പൊ അവന് കറണ്ട് ബില്ല് അടക്കണ്ട, പച്ചക്കറി വേണ്ട, അവന് വെളുത്തെണ്ണ തീരെയും വേണ്ട. കഷ്ടം ഇവന്റെ കാര്യം. അതെ, കുട്ടപ്പനൊരു വർക്ക് ഏൽപ്പിച്ചാൽ അത് വൃത്തിയായി ചെയ്യുന്ന എനിക്കറിയാം. മെമ്പറേ, ഇനി അടുത്ത വർക്കും ഞങ്ങൾക്ക് തന്നെ തരണം കേട്ടോ. തീർച്ചയായും കറണ്ട് ബില്ല് മറക്കണ്ട. ഞാൻ പെട്ടെന്ന് മറന്നു. ഇപ്പൊ ഉള്ളത് കിട്ടിയ നന്നായിരുന്നു. എത്രയാന്ന് പറയൂ, ഞാൻ ഗൂഗിൾ പേ ചെയ്യാലോ. അയ്യോ, എനിക്ക് ഫോണില്ലല്ലോ മെമ്പറേന്. മെമ്പറെ എന്റെ കയ്യിൽ ഫോണുണ്ട്. ആ, സുഖുന് ഫോണുണ്ട്. മുട്ടപ്പന്റെ ഒരു ഫോണൊന്നും ഇല്ലേ? അത് മേടിച്ചിട്ടില്ല മെമ്പറേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കാണ് ഫോണില്ലാത്തത്? ഈ വർക്കിനൊക്കെ ഒരു ഫോൺ ആവശ്യമല്ലേ? അത് ശരിയാണ്. 1-2 മൊബൈലും 2-3 സിമ്മുള്ള കാലാണ്. എന്നിട്ടും കുട്ടപ്പനൊരു ഫോണില്ല പറഞ്ഞാലോ? എന്തായാലും കൂലി കിട്ടുമ്പോ ഒരു ഫോൺ വാങ്ങണം. ഞാനൊരു ഫോണൊക്കെ മേടിച്ചാ മെമ്പർ എന്നെ വിളിക്കോ? എന്ത് ചോദ്യം അത്? തീർച്ചയായിട്ടും കുട്ടപ്പനെ വിളിച്ചു. എന്നാ ഒന്നും നോക്കാനില്ല. പച്ചക്കറി മേടിക്കലും കറണ്ട് ബില്ല് അടക്കലൊക്കെ പിന്നെ ഫോണ് വാങ്ങിയിട്ട് തന്നെ കാര്യം. ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കൂ, കേറിയോന്ന്. ശരിയല്ലടാ, റേഞ്ചും ഇല്ലേ? ആ കേറി 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 മെമ്പറെ. ശരി, എന്നാ വർക്ക് വേഗം തീർക്കാൻ നോക്കാം. തീർക്കാം. എന്നാ കുട്ടപ്പൻ ഞാൻ ഇറങ്ങട്ടെ. ഓ ശരി മെമ്പർ. അടുത്ത വർക്കുള്ളതാണ്. ഇതൊന്ന് തീർക്കാം. വേഗം പണികൾ കഴിയും. ഓ ശരി. ശരി. എന്തിനാ സമ്മതിക്കില്ല? എടാ, കാശ് മുഴുവൻ കേറിയതാണ്. അതിനെന്താ? പണി മുഴുവൻ തീർക്കട്ടെ. കുട്ടപ്പനൊരു വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ചെയ്യും. മനസ്സിലായോ? ഒന്നിനും സമ്മതിക്കാത്ത ഒരു കൂട്ടുകാരൻ. എന്നാ പാടാ. ഓ എന്താടാ നിന്റെ കാല് നിലത്ത് ഉറക്കണില്ലല്ലോ. നീ വീഴാതിരുന്നാ മതി മോനെ. ഞാനൊന്നും എന്റെ ലിമിറ്റ് തെറ്റിയിട്ടില്ല. നീ എന്റെ കാല് ശ്രദ്ധിക്കേ. ഞാൻ പിറ്റേടാ ഈ കാല് വെച്ചിട്ടാണ് ഞാൻ ഈ കാല് വെക്കണേ. അല്ലാതെ വീഴെടുത്തിട്ടല്ല ഈ കുട്ടപ്പൻ പോയി. നീ എന്താണോ മറിഞ്ഞു കളിക്കണേ? നിന്റെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് പോവാൻ. നിന്റെ ചേച്ചിയുടെ നാവ് കേട്ട് കഴിഞ്ഞാ പിന്നെ ഒന്നും വേണ്ട. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ചേച്ചി ചേച്ചിനൊന്നും എനിക്ക് പേടിയില്ല.
എന്റെ വീടാ? ആടാ. ആ പറഞ്ഞോല്ലേ, എന്റെ വീടിന്റെ വഴിയാണല്ലോ. എന്നെ ചേച്ചി ചീത്ത പറയും, ഞാൻ പോവാണേ. എനിക്കെന്റെ ചേച്ചിനൊന്നും ഒരു പേടിയില്ല. നാളെ വരാടാ. അവന്റെ മുമ്പില് ഞാൻ പറയാം, ചേച്ചി കാണണ്ട, നീ പോകുമ്പോ പോവാണെങ്കിൽ ആ മുമ്പിൽ വാസപ്പ് കണ്ടോ. അതൊക്കെ ഞാൻ എടുക്കടാ. എനിക്ക് പേടി കഴിച്ചല്ല. എന്നാ ഞാൻ പോട്ടടാ. നീ കൊല്ലണം. ഞാൻ കണ്ട് തിരിച്ചൊന്നല്ല, ഭൂഷണേ പോകട്ടെ. കൂട്ടപ്പന്റെ വീട്ടിലേക്ക് വരില്ലേ? പോണ വരെ വീട്ടിലേക്കുള്ള വഴി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. വഴി പോയി. എന്റെ വീട് എവിടെ? എന്റെ വീട് എവിടെ? എന്റെ വീടൊക്കെ എവിടെ? ചേച്ചി ഒന്ന് വിളിക്കോ? ആർക്ക് വിറ്റാലും ഈ കുട്ടപ്പ മേടിക്കും. പൈസ ഒക്കെ ഇങ്ങനെ എണ്ണി എണ്ണി കൊടുത്ത് കുട്ടപ്പ മേടിക്കും. എന്റെ വീട് എവിടെ? എന്റെ ലൈറ്റൊക്കെ കെട്ടി ഞാൻ കണ്ടുപിടിക്കില്ല വിചാരിച്ചോ? ദാ എന്റെ വീട്. കുട്ടപ്പൻ വിറ്റല്ല. എന്റെ വീട് കണ്ടുപിടിച്ചു. കുട്ടപ്പൻ വിറ്റല്ല. ചേച്ചി, ചേച്ചി, ആരും വന്നിക്കണ് നോക്ക്. ഓ വന്നോ നീ? ഞാനിപ്പോ എന്താ നേരത്തെ വന്നിക്കണ്? വിളക്ക് വെക്കാനായിട്ടുള്ള ഡാ, എന്റെ വായിക്കണ നീ കേക്കണ്ട. ലൈറ്റ് കടിക്കുക ഞാൻ കണ്ടുപിടിക്കില്ല വിചാരിച്ചു. ചേച്ചി, കുട്ടപ്പൻ വിറ്റല്ല. നീ കറണ്ട് ബില്ല് അടച്ചോടാ. കറണ്ട് ബില്ല് അടച്ചു. അയ്യോ, ഞാൻ ഷാപ്പിലെ ബില്ലല്ല അടിച്ചത്. അതുകൊണ്ട് തന്നെ അവര് ഫീസ് ഊരി കൊണ്ടുപോയതേ. ആര് ഷാപ്പുകാരാ? അതെ, ഷാപ്പുകാരല്ല, ഇലക്ട്രിസിറ്റിക്കാര്. അവര് ചതിയന്മാരാ ചേച്ചി. എന്റെ കൂട്ടുകാരാ നല്ലവര്. എന്റെ കൂട്ടുകാരിലേക്ക് പൈസ ഒന്നും വേണ്ട, എനിക്ക് കള്ളതല്ല.
വെച്ചിട്ടാ? ഞാൻ പറയണോ? പറയേ. നീയേ ആലീസിനെ ആലോചിച്ചിട്ടല്ലേ ഇരിക്കണം. നീ അത് മനസ്സിലാക്കിയടാ. ഞാൻ നിന്നോട് പറയാത്ത ഒരേ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മാത്രമല്ല, എന്റെ ആലീസിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാടാ. നീയേ അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ പെണ്ണായി ആലീസ് മാത്രമേ ഉള്ളൂടാ. എന്നാ നീ എന്ത് പറയണം? നെഞ്ചിലാണ് എന്റെ ആലീസ്. നീ നിന്റെ ഇഷ്ടം ഒന്ന് തുറന്നു പറഞ്ഞേ പറ്റൂ. ഞാൻ എങ്ങനെ പറയാനാ? അവള് പള്ളിയിലേക്ക് പോകുന്നത് നോക്കിയിട്ട് ഞാൻ ഇവിടെ ഇരിക്കണേ. അങ്ങനെ ഒരു നോട്ടം മാത്രമേ എനിക്കുള്ളൂ. എന്റെ മനസ്സിന്റെ ഉള്ളിൽ അവളാണ്. എന്താടാ? ഒരു സൂത്രണ്ട്. എന്ത് സൂത്രം? അവളുടെ നമ്പർ ഉണ്ടോ? എന്റെ ആലീസിന്റെ ഞാൻ വിളിച്ചു തരട്ടെ? നീ ഇപ്പൊ തന്നെ സംസാരിക്കൂ. ഇപ്പഴാ? നാളെ പോരെ? അതൊന്നും പറ്റില്ല. നീ ഇപ്പൊ പറയണം, ഇപ്പൊ സംസാരിക്കണം. എന്നൊക്കെ അവൾക്ക് ഇഷ്ടപ്പെടുവോടാ? അതൊക്കെ പെട്ടോളും. എനിക്ക് ഭംഗിയുണ്ടോടാ? ഭംഗിയൊക്കെ ഉണ്ട്. ഞാൻ വിളിക്കണേ. നാളെ മതിയോ? അതൊന്നും പറ്റില്ല. നീ പറ. ഹലോ, ആലീസല്ലേ? ഇത് ഞാനാ കുട്ടപ്പൻ. എനിക്ക് ആലീസിനോട് ഒരു കാര്യം പറയാനുണ്ട്. കൊറേ ആയിട്ട് പറയണം എന്ന് വിചാരിച്ചിരിക്കുക. എനിക്ക് ആലീസിനെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ പെണ്ണായി ആലീസ് വരുമോ? എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ ആലീസിന്? വിളിക്കുന്ന ഫോണോ? അതെന്റെ കൂട്ടുകാരുടെ സുഖമില്ലയാ. കുടിക്കില്ല. ഞാൻ എന്റെ കൂട്ടിയൊക്കെ നിർത്തി. ഇനി ആവർത്തിക്കില്ല. ഇല്ല അനീസേ, ഇനി ഒരിക്കലും കുട്ടപ്പന് ഇങ്ങനെ പറയില്ല. എനിക്ക് മനസ്സിലായി. ശരി ശരി. എന്താടാ? എന്നെ പോലുള്ളവരനൊക്കെ ആരും ഇഷ്ടപ്പെടാനാണ്? കാണാനോ ഗ്ലാമർ ഇല്ല. ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതേ വണ്ടിയിലൊക്കെ ഇരുന്ന് പോണെന്നാ. ഇന്നത്തെ കാലത്ത് ആത്മാർത്ഥ സ്നേഹം ആർക്കും വേണ്ട ചങ്ങാതി. വണ്ടി ഉണ്ടോടാ? എന്തിന്? എന്റെ ആലീസ് ഇപ്പൊ പറയാ, നിങ്ങൾ ആരുടെ ഫോണെന്നാ വിളിക്കണേന്ന്. സ്വന്തമായി എനിക്കൊരു ഫോണെങ്കിലും ഉണ്ടടാ. അവൾ പറഞ്ഞതെല്ലാം ശരിയാ. അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയാ കേറി കിടക്കാൻ എനിക്ക് നല്ലൊരു വീടുണ്ടോടാ. നീ വിഷമിക്കണ്ട കുട്ടപ്പാ. അവള് പോയ മോട്ടറ നിനക്ക് വേറെ നല്ല പെണ്ണിനെ കിട്ടൂടാ. എന്റെ മനസ്സില് ആലീസ് മാത്രമല്ലടാ. എന്റെ ഈ സ്നേഹം അവളെന്തെങ്കിലും മനസ്സിലാക്കും. എന്റെ ഉള്ളില് ആലീസിന് അത്ര വലുതോ? ഇന്നത്തെ പെണ്ണുങ്ങളുടെ സ്റ്റാറ്റസാടെ വലുതേ. എന്റെ സുഖോ, എന്റെ സ്നേഹം അവള് മനസ്സിലാക്കുമ്പോ ചിലപ്പോ ഞാൻ ഉണ്ടായിന്ന് വരില്ല. പക്ഷേ ഈ കുട്ടപ്പന് ആലീസ് അല്ലാതെ മറ്റൊരു സ്ത്രീയെ എനിക്ക് എന്റെ ഭാര്യയായി കാണാൻ കഴിയില്ലടാ. നിനക്ക് ഞാനുണ്ടോ കൂട്ടുകാരനായിട്ടേ? നമുക്കതെല്ലാം മറക്കടാ. ചേച്ചിയോട് ഇത് പറയാൻ വേണ്ടി ഞാൻ ദിവസങ്ങൾ എന്നെ കാത്തിരുന്നതാടാ. അതൊക്കെ പോട്ടടാ. കുടിയനൊക്കെ ആർക്ക് വേണല്ലേ? കുടിക്കുന്നവർക്ക് ഹൃദയമില്ലല്ലോ, അവർക്ക് സ്നേഹമില്ല. അങ്ങനെയൊന്നും പറയണ്ടടാ. എല്ലാം നമുക്ക് മറക്കാം. നീ വാ. പോട്ടെ. എനിക്ക് എന്റെ ചേച്ചി മതി. എന്റെ ചേച്ചി മതി. എനിക്ക് എല്ലാം മറക്കണം.
പാസ്സായിട്ടുണ്ട്. പാസ്സായോ? ആടാ, നീ ഉണ്ടായിട്ട് എന്തടാ കാര്യം? ഇത് ഇത്തിരി മുന്നേ റിപ്പയറിങ് പാസ്സായതാണെങ്കിൽ ചേച്ചിയെ എന്നാ പെണ്ണ് നഷ്ടപ്പെടില്ലായിരുന്നു. കാര്യങ്ങളാ, എനിക്കറിയണം എന്റെ എല്ലാ വിഷമവും. ഇത് കഴിഞ്ഞിട്ട് റെഡിയാക്കി തരാം. അങ്ങനെ അതൊക്കെ മറക്കുക ചേച്ചി. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പഞ്ചായത്തിനൊക്കെ പാസ്സാവുള്ളൂ. നീ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ചേച്ചി എന്നെ നടന്ന് എല്ലാം ശരിയാക്കി. ഇന്ന് രാവിലെ നീ എവിടെയും പോവരുത്. കേൾക്കണ്ടേ? ഇന്ന് രാവിലെ എവിടെയും പോവരുത്. ഇന്ന് മെമ്പർ വരും. കേട്ടോ? കേട്ടു. നിനക്ക് ഇന്നലത്തെ ഇറങ്ങിയിട്ടില്ലടാ. ഞാൻ കേൾക്കണില്ലേ? ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോണുണ്ടോ? അപ്പൊ എന്തൊരു കഷ്ടത്. ഇങ്ങോട്ട് നോക്കടാ. പറയേ. ആ, സൂക്ക് പറയണതൊക്കെ ശരിയാ. നിൽക്കുമ്പോ തോന്നാൻ തുടങ്ങി. എന്താണോ അല്ല, നല്ലതാന്ന് പറയാം. ഒരു വയസ്സിലുള്ള എന്റെ തള്ള വെച്ചിട്ട് ഞാനാണ് അമ്മ ചെയ്ത്. പിന്നെ അത് ചേച്ചി ഇങ്ങനെ അടക്കിടക്കെ പറയണ്ട. ആ പറയാം. അറിയാം. ആ പിന്നെ എന്താ പറയാ, ഇന്ന് മെമ്പർ വരും. ആ, വന്നോട്ടെ. മെമ്പർ, നിനക്കൊരു ഫോണില്ലല്ലോ. മെമ്പറെ ഫോണിന്ന് നമുക്ക് വീട് പണി തുടങ്ങുന്ന ഒരു ഫോട്ടോ വേണം. അതിന് നീ ഇവിടെ ഉണ്ടാവണം. എന്തിനേലും ഫോട്ടോ വേണം. ആ. നമ്മളെ വീട് കാണില്ല. ആ. റിപ്പയർ ചെയ്ത വീട് കാണില്ല. ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കണം. നമുക്ക് ഫോണില്ല എന്നുള്ളൊരു കളിയാക്കലായിട്ട് എനിക്ക് തോന്നുന്നു. കുടിച്ച് നടക്കുമ്പോഴേ ആലോചിക്കണം. കിട്ടുന്ന പൈസയൊക്കെ അങ്ങനെ അടിച്ചടിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുക്കണില്ലേ? അപ്പൊ ആലോചിക്കണം. ഫോണ് വേണം, വണ്ടി വേണം, പെണ്ണ് വേണം എന്നൊക്കെ. അവിടെ പാട്ടൊക്കെ ഉണ്ട്, ആ. തണുപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ എന്താണ്? ഒന്നുമില്ല. ഞാൻ എങ്ങോട്ടും പോണില്ല. ആ ശരി. ഇവിടെ ഇരിക്കാം. കുട്ടപ്പാ, ഓ എന്റെ സുഖോ, നീ വന്നത് നന്നായി. തലയ്ക്ക് ഭ്രാന്ത് എടുത്ത് ഇരിക്കാനേ. ഇവിടെ ഇരിക്കേ. എടാ, നമുക്ക് പോണ്ടേ? എങ്ങോട്ട്? എവിടേക്കാടാ പോണം? എന്താടാ ഇങ്ങനെ കാണിച്ചാല്? ദാ, ഇങ്ങനെ അതിന് ഇങ്ങനെ ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് കൊറേ ആയിടാ. എന്റെ കുട്ടിയെ ഇന്ന് രാവിലെ എവിടെയും പോവരുത്, മെമ്പർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞില്ല. രാവിലെ ഞാൻ കുറ്റി പൊളിക്ക് വന്നു. ഇത് വേണോ, ഇത് വേണോ, ഇത് വേണോ? എന്താ അത്? പൊന്ന് ചേച്ചിയേ, ഞാൻ അതിനൊന്നല്ല വന്ന്. അല്ല. ഞാനൊരു ചെറിയ ഫ്ലക്സ്. ചെറിയ ഫ്ലക്സും വലിയ ഫ്ലക്സും കൊറേ ആയി കാണാൻ തുടങ്ങിയിട്ട്. മനസ്സിലായോ? ദാ, എന്റെ ചേച്ചി ചേച്ചി ഒന്ന് നിർത്തുണ്ടോ? ഇന്ന് രണ്ടാളും ഇവിടെ ഉണ്ടാവണം. ആ, ഇന്ന് മെമ്പർ വരിക. ആ, എന്ന് ഞാനൊന്ന് ഡ്രസ് മാറണം. ഞാൻ ഇവിടെ ഉണ്ടാവും. ആ അത് മതി. മെമ്പർ ഇവിടുന്നെങ്ങാനും പോയാ പോവില്ല പോവില്ല. ചേച്ചി പോക്കോ, ചേച്ചി പോക്കോ. എന്റെ സുഖം, നീ ഇവിടെ ഉണ്ടായിക്കോ. പറഞ്ഞില്ലാന്ന് വേണ്ട. എടാ, എന്താണ് നിന്റെ ചേച്ചി ഇങ്ങനെ? എന്റെ ചേച്ചി പാവാടാ. അത് വെറുതെ കാട്ടിക്കൂട്ടല്ലേ നടന്നു കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യണേ. പിന്നെ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഓ, എന്നാലും ചേച്ചി, മെമ്പർ വന്നു. ആ ചേച്ചി, മെമ്പർ വന്നു. ആ മെമ്പർ വന്നോ? അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു മെമ്പറെ. ഇതല്ലേ സാധനം കൂടിയുള്ളത്. മെമ്പറെ, അവിടെ ഇരിക്ക്. ഇത് നമുക്ക് ഒരു ഫോട്ടോ എടുക്കണം. ആ റിപ്പയറിങ്ങിന് പാസ്സായിട്ടോ. ഓ, കുട്ടപ്പനിവിടെ ഉള്ളത് എന്തായാലും നന്നായി. മെമ്പർ വരുമ്പോ പിന്നെ കുട്ടപ്പല്ലാതിരിക്ക. മെമ്പറെ കണ്ട അടുത്ത ദിവസം നല്ലതാ. അതെയോ? സാധനങ്ങളൊക്കെ ഉണ്ടോ? പോയി. ദേ, എന്താ ചേച്ചിയെ? നമുക്ക് വീട് പണി തുടങ്ങുന്ന ഫോട്ടോ വേണ്ടേ? ഫോട്ടോ എടുക്കാനല്ലേ മെമ്പർ വന്നേ? പോയി കോരി എടുത്തിട്ട് വാടാ. പോടെ. പോണോ? ആ എന്നാ പോണോ? അപ്പൊ തന്നെ പോണം. ഹൗ, പോടാ. മെമ്പറേ പാവ. കുടിക്കുമ്പോ തിരിക്കണ്ടല്ലോ. ആള് പാവാട്ടോ. അത് കാര്യാക്കണ്ട ഏ ചേച്ചി. പാവ. കോണിപ്പോ കൊണ്ടുവരില്ലേ? കോണി കൊണ്ട് ഇതാ കൊണ്ടുവരുന്നു. എനിക്ക് പോയിട്ട് വരെ പണിയുള്ളൂ. ഇപ്പൊ പഠിക്കും, ഇപ്പൊ പഠിക്കും. എന്താടാ കാണാത്തെ? എന്താടാ അത്? എന്താ കാണാത്തെ? എന്നെ കൊണ്ട് പോയി. ഇതൊക്കെ എന്താടാ? ഇത് ഓടിയുടെ പണി. ഞങ്ങളിതല്ലേ പഠിക്കണോടെ. അത് ഇതില് fit ചെയ്യാൻ പറ്റുമോ? അതൊക്കെ എന്റെ സുഖുനറിയും. എന്താ മെമ്പറെ? തരാം. ഇപ്പൊ ശരിയാക്കി തരാട്ടോ. മെമ്പറെ, ഇപ്പൊ ശരിയാക്കാം. സുഖം, അടുത്തടാ. പെറുക്കടാ, പെറുക്ക. നമ്മളത് fit ചെയ്യണതല്ലടാ. ശരിക്കും വെക്കടാ. ശരിക്കും
ഇതാണ് നിൽക്കാത്തത്. ഇതാദ്യത്തെ ഞാനാണ്. വിളിക്കണം. ഇത് fix ചെയ്യാൻ പറ്റും. വേഗം fix ചെയ്യണം. ആ ശരിയായി ശരിയായി. മെമ്പറെ മെമ്പർ ചവിട്ടി കയറിക്കോട്ടെ. മെമ്പറെ ഇത് കയറിക്കോളൂ, കുട്ടികളെ പിടിക്കും. ഞങ്ങൾ കയറിക്കോളൂ. പിടിക്കും. ഇന്നാ മെമ്പറെ കൂട്ടപ്പം പിടിക്കും. ഇതിൽ കയറാനൊന്നും ഞാനില്ല. എന്നിട്ട് വേണം എന്റെ നട്ടുപൊട്ടിക്കാൻ. ഇത് നല്ല കോണിയാണ്. നടക്കില്ല. ഒരു കാര്യം ചെയ്യും. ഇതാ സൈഡിൽ കൊണ്ടുപോയി. നമുക്കേ ചേച്ചി അവിടെ ഉമ്മർത്ത് വന്നിട്ട് ഒരു എന്നാ അങ്ങനെ ചെയ്യാം. കുട്ടികളെ അത് അതൊന്നും കൊണ്ടുപോയി. വേണ്ടേ? അന്ന് വേണ്ട. നമുക്ക് നമ്മുടെ ഫോട്ടോ എടുക്കാം. അത് മതി. ആ വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങളുടെ ഓടി നിങ്ങൾക്ക് തന്നെ പറ്റൂ. കൊണ്ടുപോ. അങ്ങനെ പണിക്ക് കൊണ്ടുപോകണത്. ഞങ്ങള് പണിക്ക് കൊണ്ടുപോകും. ആരെ പണിക്ക് വിളിക്കാനാവോ? എല്ലാവരും വിളിക്കും. കാരണം എന്താ? ഇവിടെ വർക്ക് പക്കണ്. ഏത് ആൾക്കാരും പറയും ഞാൻ വർക്ക് കണ്ട. സുഖം ഒരു photo എടുക്കല്ലേ? ഞാൻ കൊടുക്കാം മെമ്പറെ. ചേർന്ന് നിൽക്കും. മെമ്പറെ എടുക്കട്ടെ. മൂന്നാളെ കിട്ടണം കേട്ടോ. കിട്ടിയോ? എടുത്തു കഴിഞ്ഞോ? ഞാനൊന്ന് നോക്കിയതാണ്. ചേച്ചിയെ അവന്റെ നോട്ടം നോക്ക്. ഞാൻ അപ്പളേ പറഞ്ഞത് അവനൊരു എല്ല് കൂടുതലാണ്. മെമ്പറിനെ നോക്കണ്. അതെന്നെ ഫോട്ടോ എടുത്തോ? അവിടെ പോയിട്ട് ശരിയാക്കി തരാ. അടുത്ത് വെച്ചിട്ടുള്ളതാ. ഞാനൊന്ന് നോക്കിയപ്പോ ഇതാ മെമ്പറെ. ആ ഇത് മതി ഇത് മതി. മെമ്പർക്ക് ഒരു പ്രശ്നമില്ല. മെമ്പറെ ഒരുപാട് സന്തോഷം. ഞങ്ങള് പഞ്ചായത്തിൽ പല മെമ്പർമാരും വന്നു. പക്ഷെ എന്റെ ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഒരാളും ഇപ്പൊ ഇന്ന് പാസ്സാക്കി തന്നില്ല. അല്ലടാ കുട്ടപ്പ. എന്റെ ചേച്ചി പറഞ്ഞതൊക്കെ ശരിയാ. അപ്പോ മെമ്പർ വന്നപ്പോ അത് വേഗം ശരിയായി. ഒരുപാട് സന്തോഷമുണ്ട് മെമ്പറെ, സന്തോഷമുണ്ട്. വിഷമിക്കണ്ട ചേച്ചി. ഞാനില്ലേ എല്ലാരും പറയും പോലെ ഇത് വെറുവാക്ക് പറയുന്ന മെമ്പറല്ല. ഈ മെമ്പർ ഒരു വാക്ക് പറഞ്ഞാ അത് വാക്കായി അത് ശരിയാണ്. ശരിയാക്കി തരും പറഞ്ഞാ തന്നിരിക്കും. അതാണ് ഈ മെമ്പർ. ഞാൻ മെമ്പറേക്ക് അതായി നല്ല ഇഷ്ടം. കുടുംബക്കാർക്ക് ഇഷ്ടമായിരുന്നു. കുടുംബക്കാർക്ക് ഇഷ്ടമല്ല. നല്ല ഇഷ്ടം. പാർക്കിങ്ങിന്. എന്നാ ചേച്ചി ഞാൻ ഇറങ്ങട്ടെ. ആ ശരി മെമ്പറെ. സുഖം എന്നാ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരണട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നൂടെ? പറയാനുണ്ടോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. എന്താ അറിയോ, ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങൾ രണ്ടുപേരും, പിന്നെ ഉള്ളത് ഇവനാ. ഇപ്പോഴും വരാലോ. ആ, എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഒക്കെ ചേച്ചി ചെയ്തു തരാം കേട്ടോ. ശരി ശരി. ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഒരുപാട് സന്തോഷം. എന്നാ കുട്ടപ്പ ഞാൻ ഇറങ്ങട്ടെ. ആ ഞാനും കൂടെ വരാന്ന്. ബസ് സ്റ്റോപ്പ് വരെ എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞു പോക്കോടെ. വേണ്ട, ഞാൻ ഇതിലാണ് വന്നത്. ഞാൻ വണ്ടിയിൽ തന്നെ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വേണ്ട. എന്നാ ശരി. എല്ലാവരും ഇവിടെ വാടാ.
നിനക്ക്? ചേച്ചി അയ്യോ ചേച്ചി കാണണ്ടെന്ന് ചേച്ചി ഞാനിത് ഒളിപ്പിച്ചു വെച്ചതാടാ. വാടാ നമുക്ക് ആശുപത്രിക്ക് പോവേ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലടാ സുഖു. എനിക്ക് ചുമച്ച് ഞാൻ ചോര ഛർദിക്കാണ്. ചേച്ചുവിനെ കാണിച്ചിട്ടില്ല, അത് പേടിക്കും. പാവാടാ. എടാ നമുക്ക് ആ കൂലിക്ക് നീ കണക്ക് പറഞ്ഞു മേടിക്കാത്തത് കൊണ്ടല്ലടാ നമുക്ക് അവർ തരാത്ത്. അത് വാങ്ങിട്ട് നമുക്ക് ആശുപത്രിക്ക് പോവാ. വാടാ. എനിക്ക് ആശുപത്രിക്ക് പോണെങ്കിൽ നമുക്ക് പൈസ വേണ്ടടാ സുഖു. ആ കൂലിയൊന്നും അവര് തരുന്ന മട്ടില്ല. കലാകാരന്മാർക്ക് കൂലി കിട്ടിയാ കിട്ടി. നമുക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് മേടിക്കാടാ സുഖു. എന്നാ വാ. എന്റെ ചേച്ചി പറയണ പോലെ എന്റെ തെറ്റുകളെല്ലാം തിരുത്തി എനിക്ക് നല്ല പോലെ ജീവിക്കണടാ. അതിന് പൈസ മേടിക്കാൻ പോവാ നമുക്ക്. വാടാ. എടാ എന്റെ തെറ്റുകളൊക്കെ ഞാനും തിരുത്തും. നമുക്ക് ഇനി നന്നായി ജീവിക്കടാ. നമ്മുടെ ചേച്ചി പറയണ പോലെ കേട്ടിട്ട് വാടാ. എന്നെ പിടിക്കടാ സുഖു. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നെടാ. ചേച്ചി എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ചേച്ചി അപ്പോഴേ ഞാൻ പറഞ്ഞത് ആശുപത്രിയിൽ പോവാണ്. അവിടെ ഇരിക്കും. അപ്പൊ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞ് രോഗിയാക്കാന്നല്ലടാ. ചോരയൊക്കെ വരും. ഇത് കുടിക്കേ. കിട്ടുന്ന കാശിന് ആഹാരം പോലും കഴിക്കാതെ കുടിച്ച് നടന്നിട്ടാണ് നിനക്ക് ഈ രോഗം വന്നത്. എത്ര പറഞ്ഞു കുടി നിർത്തുന്ന്. കുടിച്ച് നടന്നിട്ട് എന്താ ഉണ്ടായേ? എനിക്കൊന്നുമില്ല ചേച്ചി. ഇല്ലടാ, അന്നേ തുടങ്ങിയതാ ഞാൻ ആശുപത്രിയിൽ പോവാ. സുഖോ, ഞാൻ ആശുപത്രിക്ക് പോലെ എടുത്തിട്ട് വെക്കാം. നീ ഇതൊക്കെ വരാട്ടോ. ശരി ചേച്ചി. സുഖോ, ചേച്ചി പറഞ്ഞതാടാ ശരി. നമ്മുടെ സന്തോഷായാലും സങ്കടായാലും നമ്മളെ കുപ്പീനല്ലടാ സുഖം ആശ്രയിക്കണ്ടേ, നമ്മുടെ കുടുംബത്തിനോട്. ആ കുടുംബത്തിന്റെ ഒപ്പം നമ്മൾ സമയം ചെലവഴിക്കണ്ടേ. നമുക്ക് നമ്മളെ വേണ്ടാത്തവരുടെ മുമ്പ് വേണ്ടി ചെലവഴിക്കണ്ട. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ കണ്ണ് നനയ്ക്കാതെ നമ്മൾ ജീവിക്കണോ സുഖം. എനിക്ക് വല്ലതും സംഭവിച്ച നീ എന്റെ ചേച്ചിനെ നോക്കണോടാ. എനിക്ക് പറയണ്ടടാ. എനിക്ക് എന്റെ തെറ്റുകളൊക്കെ തിരുത്താൻ ഞാൻ വൈകി പോയടാ സുഖു. എന്റെ ചേച്ചി ഒറ്റയ്ക്കാടാ. ആശുപത്രി പോയി ഞാൻ തിരിച്ചു വരൂടാ. എന്റെ ചേച്ചിയുടെ ഇഷ്ടം പോലെ ചേച്ചിയുടെ കൂടെ എനിക്ക് ജീവിക്കണം. എന്റെ കൂടി ഒക്കെ ഞാൻ നിർത്താൻ പോവാ സുഖു. ചേച്ചി എന്താ കുട്ടപ്പാ? എണിക്കടാ. നിനക്കൊന്നും സംഭവിക്കില്ല. ചേച്ചി ഒന്നും സംഭവിക്കില്ല. എന്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. എത്ര പറഞ്ഞടാ നീ കുടിക്കണ്ട എത്ര പറഞ്ഞടാ ചേച്ചി. നമ്മുടെ കുട്ടപ്പൻ തീരെ വയ്ക്കുന്നത്. പിന്നെ ഞാൻ അമ്മയായിട്ടില്ലടാ നോക്കിയത്, ചേച്ചിയായിട്ടാണോ? എങ്ങനെ കഴിഞ്ഞതാടാ നമ്മളെ രണ്ടാളും കൂടി? എന്റെ കണ്ണ് തുറക്കടാ. മെമ്പറേ, എന്റെ കുട്ടപ്പൻ. കുട്ടപ്പ എന്താടാ? ചേച്ചി നോക്കടാ. ചേച്ചിയെ നോക്കടാ. കുട്ടപ്പ ചേച്ചി നോക്കടാ. കുട്ടപ്പ
ജീവിതമാകണം. ലഹരി ജീവിതമാകണം. ലഹരി സാധനങ്ങൾക്ക് അടിമയാവരുത് ആരും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണീരിനെ നമ്മൾ തന്നെ കാരണമാവരുത്. ലഹരിയുടെ വിപത്തുകൾ കണ്ണീരിലാഴ്ത്തിയ കുടുംബങ്ങളുടെ നേർചിത്രം നമ്മുടെ മുന്നിൽ ഇനിയും കാണാതിരിക്കട്ടെ. തെറ്റുകൾ തിരുത്തി ജീവിതത്തിൽ നിറങ്ങളാവാൻ കഴിയാതെ മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നിറമണികളോടെ കൂപ്പുകൾ. ഞങ്ങളുടെ നാടകം ഇവിടെ അവസാനിക്കുന്നു. ജീവിതം ഒരു വരദാനം.